കാറ്റാലൻ ജനതയെന്നും സ്വന്തമായൊരു പാത വെട്ടിത്തുറക്കാനായി പോരാടിയവരാണ്. ഇപ്പോഴും പോരാടുന്നവരുമാണ്. ലോകത്തിനു മുമ്പിൽ അവരെ അഡ്രസ് ചെയ്യിപ്പിക്കുന്നത് FC ബാഴ്സലോണ എന്ന ഫുട്ബോൾ ക്ലബ്ബാണ്. ആ സൈന്യത്തെ മുമ്പിൽ നിന്ന് നയിക്കാൻ നിയോഗം പോലെ ട്രേഡ് കൊടുമുടിയും കടന്ന് സൈന്യാധിപന്മാർ ഇടയ്ക്കിടെ വന്നുപോയിരുന്നു. കാറ്റാലൻ വാഴ്ത്തുപാട്ടിലും സാഹിത്യത്തിലും യോഹാൻ ക്രൈഫും ലയണൽ മെസ്സിയും വീരസിംഹാസനം വഹിക്കുമ്പോഴും കുറേ പാസുകളിലൂടെ സാവിയും ഇനിയസ്റ്റയും പുതുചരിത്രം തയ്യാറാക്കുമ്പോഴും മനഃപൂർവ്വമോ അല്ലാതെയോ മറവിയുടെ ഇരുട്ടിലേക്ക് തള്ളിയിടാൻ കാറ്റാലൻ ആരാധകർക്ക് സാധ്യമാവാതെ പോകുന്ന ലാസിയോസ് കുബാലെ എന്ന വീരപുരുഷനെ പറയാതെ FC ബാഴ്സലോണ എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ ചരിത്രം പൂർണ്ണമാവുന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ബാഴ്സയുടെ ഏറ്റവും മികച്ച കളിക്കാരനായി സാക്ഷാൽ ക്രൈഫിനെ പിന്തള്ളി കുബാലെ അർഹനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്പാനിഷ് മണ്ണിൽ ചെയ്തു വെച്ച കാര്യങ്ങൾ ചെറുതായിരിക്കില്ലല്ലോ. 3 രാജ്യങ്ങൾക്ക് വേണ്ടി കളിച്ചതും കരിയറിൽ നേരിട്ട പ്രതിസന്ധികളെ തരണം ചെയ്തു വന്നതുമെല്ലാം കുബാലെ എന്ന താരത്തിൻ്റെ ഇച്ഛാശക്തിയെ നമുക്ക് മുമ്പിൽ തുറന്നിട്ട ഒരു പാഠമാണ്. ഇതിഹാസം തീർത്ത മറ്റെല്ലാ ഇതിഹാസങ്ങളെപ്പോലെ കുബാലെയും ഒരു ദരിദ്ര കുടുംബത്തിൽ 1927 ഹംഗറിയിൽ ജനിച്ചു. 1944 ഗാൻസെ എന്ന ഹംഗേറിയൻ ക്ലബിൽ 17 വയസ്സിലായിരുന്നു കുബാലെയുടെ കരിയറിൻ്റെ ആരംഭം. തൊട്ടടുത്ത സീസണിൽ ഫെർണാക്കോറോസെ എന്ന മുൻനിര ക്ലബിലോട്ട് മാറുകയും 49 മത്സരങ്ങളിൽ നിന്നായി 27 ഗോളുകൾ നേടുകയും ചെയ്തു. 1946 കുബാലെ ഫാമിലി ചെക്കോസ്ലോവാക്യയിലോട്ട് കുടിയേറുകയും അവിടെ ബ്രാറ്റിസ്ലാവോ എന്ന ക്ലബിന് വേണ്ടി കളിക്കുകയും അതേസമയം അയാൾ അവരുടെ നാഷണൽ ടീമിനായും കളിച്ചു. അവിടെ വെച്ച് വിവാഹിതനായ അയാൾക്ക് ഒരു മകനും ജനിച്ചു. 1948 വീണ്ടും അയാളും കുടുംബവും ഹംഗറിയിലേക്ക് തിരികെ എത്തി. എന്നാൽ ഹംഗറിയിലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും നിർബന്ധിത സൈന്യവൽക്കരണത്തോട് മുഖം തിരിക്കുകയും കൂടാതെ ഹംഗറി വിടാനും തീരുമാനിച്ചു. ഇറ്റലിയിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് ഭാര്യയോട് പറഞ്ഞ് അയാളും കൂട്ടുകാരും റഷ്യൻ പട്ടാളക്കാരുടെ വേഷത്തിൽ ഒരു അതിശൈത്യകാലത്ത് ഒരു ട്രക്കിൽ ആസ്ട്രിയയ്ക്ക് യാത്ര തിരിച്ചു. രാജ്യാതിർത്തി കടന്ന കുബാലെയും സംഘവും ട്രക്ക് ഉപേക്ഷിച്ച ശേഷം കാൽനടയായി 0-നേക്കാൾ താഴ്ന്ന താപനിലയിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടി വന്നു. എന്നാൽ ആസ്ട്രിയൻ അതിർത്തിയിൽ വെച്ച് വിസ ചെക്ക് ചെയ്ത ഗാർഡറ്റുകൾ ഒറ്റ നോട്ടത്തിൽ അതിനകം പ്രശസ്തനായ ഫുട്ബോളറെ തിരിച്ചറിയുകയും ഫുട്ബോൾ ആരാധകരായ അവർ അയാൾക്ക് ഇറ്റലിയിൽ വിസ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു. ഇറ്റലിയിൽ പ്രോപാർട്ടിയ എന്ന ക്ലബിന് വേണ്ടിയാണ് അയാൾ ആദ്യം കളിച്ചത്. അവിടുത്തെ പ്രകടനം പ്രമുഖ ടീമുകളുടെ ശ്രദ്ധയാകർഷിക്കുകയും പ്രശസ്ത ഇറ്റാലിയൻ ക്ലബ്ബായ ടൊറീനോ ബെൻഫിക്കയായുള്ള സൗഹൃദ മത്സരത്തിന് അയാളെ ക്ഷണിക്കുകയും ചെയ്തു. അവരുടെ ടീമിലേക്കുള്ള റിഹേഴ്സലായിരുന്നു ആ മത്സരം. എന്നാൽ ഇതിനിടയ്ക്ക് അയാളുടെ ഭാര്യയും മകനും ഇറ്റലിയിലെത്തി. രോഗിയായ മകനെ നോക്കാൻ അയാൾ അവസാന നിമിഷം പോർച്ചുഗൽ യാത്ര ഉപേക്ഷിച്ചു. അത് അയാൾക്ക് ഭാഗ്യമായി ഭവിക്കുകയായിരുന്നു. പോർച്ചുഗലിൽ നിന്ന് തിരികെ ടൊറീനോ കളിക്കാരുമായി വന്ന വിമാനം തകർന്ന് 31 ടൊറീനോ കളിക്കാർ കൊല്ലപ്പെട്ടു. ഇതിനിടയ്ക്ക് ഹംഗേറിയൻ ടീം ഉപേക്ഷിച്ചതിന് ഹംഗേറിയൻ അധികാരികൾ ഫിഫയെ കൊണ്ട് അയാൾക്ക് 1 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തി. സ്വന്തമായി ഹംഗേറിയ എന്ന ക്ലബ്ബ് ഉണ്ടാക്കിക്കൊണ്ടാണ് അയാൾ പ്രതികരിച്ചത്. ഹംഗറി, ക്രൊയേഷ്യ, റഷ്യ, ചെക്ക് എന്നിവിടങ്ങളിലെ അഭയാർത്ഥികളിൽപ്പെട്ടവരായിരുന്നു ആ ക്ലബിൻ്റെ കളിക്കാർ. അതിനിടയിൽ അയാൾ തൻ്റെ ബന്ധുവും പ്രമുഖ കോച്ചുമായ ഫെർഡിനാൻഡ് ഡൗസിക്കിനെ കണ്ടുമുട്ടി. കുബാലെയുടെ ടീം സ്പെയിനിലെ ചില ഫ്രണ്ട്ലി മാച്ചുകൾ സ്പാനിഷ് ക്ലബ്ബുകളുമായി കളിച്ചു. അയാളുടെ കഴിവ് കണ്ട റയൽ ആരാധകർ അയാളെ സൈൻ ചെയ്യാൻ ബോർഡിനു മുമ്പിൽ സമ്മർദ്ദം ചെലുത്തി. പക്ഷേ ഡൗസിക്കിനെ ഹെഡ് കോച്ചാക്കിയാൽ മാത്രമേ സൈൻ ചെയ്യൂ എന്ന് കുബാലെ നിർബന്ധം പിടിച്ചു. റയൽ ഇത് അംഗീകരിച്ചില്ല. ബാഴ്സലോണ ഈ അവസരം പ്രയോജനപ്പെടുത്തി. ഡൗസിക്കിനെ കോച്ചാക്കി അവർ അയാളെ സൈൻ ചെയ്തു. 1950 സൈൻ ചെയ്തെങ്കിലും ബാൻ മാറി 1951 അയാൾക്ക് ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കാനായുള്ളൂ. ആദ്യ 7 മത്സരങ്ങളിൽ 6 ഗോളുകൾ നേടി. അയാൾ ബാഴ്സയെ കോപ്പ ഡെൽ ജനറൽസിമോ, ഇന്നത്തെ കോപ്പ ഡെൽ റേ ചാമ്പ്യന്മാരാക്കി. അയാളുടെ കളി കാണാൻ കാറ്റാലൻ ജനത സ്റ്റേഡിയത്തിലേക്കൊഴുകി. 60,000 കപ്പാസിറ്റി ഉണ്ടായിരുന്ന സ്റ്റേഡിയം പലപ്പോഴും മത്സരങ്ങൾക്ക് പോരാതെ വന്നു. മികച്ച ഡ്രിബ്ലിങ്ങും പ്ലേ മേക്കിങ്ങും സെറ്റ് പീസുകൾ എടുക്കുന്നതിലും അതിവിദഗ്ധനായിരുന്നു കുബാലെ. സ്പെയിനിലാകെയും അയാളുടെ കളി വൈഭവം വായു പോലെ പരന്നു. കുബാലെയെ സ്പാനിഷ് ദേശീയ ടീമിൽ ഉപയോഗപ്പെടുത്താൻ ഫ്രാങ്കോ ഭരണകൂടം നിശ്ചയിച്ചു. 1951 മുതൽ 1953 വരെയുള്ള കാലയളവിൽ അദ്ദേഹം സ്പാനിഷ് നാഷണൽ ടീമിന് വേണ്ടി 19 കളികളിൽ നിന്ന് 11 ഗോളുകൾ നേടി. അദ്ദേഹം 3 രാജ്യങ്ങൾക്ക് വേണ്ടി ബൂട്ട് കെട്ടിയെങ്കിലും വേൾഡ് കപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചില്ല. കാറ്റാലൻ പടയുടെ ആദ്യ വീരസേനാ നായകനായും ആരാധകരുടെ മനസ്സിലെ മരണമില്ലാത്ത പോരാളിയായും അദ്ദേഹം ജീവിക്കുന്നു. കാറ്റലോണിയക്കാരുടെ ഇഷ്ടപുത്രനായി.